മഹാരാഷ്ട്രയിൽ 2024 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരത്തക്ക രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ സെപ്റ്റംബറിലോ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇലക്ഷൻ ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർ പരാജയമായിരിക്കും എൻ ഡി എ മുന്നണിയെ കാത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം നിരാശ മാത്രമായിരിക്കും ഫലം. ഉദ്ധവ് താക്കറേക്ക് പ്രതീക്ഷയേകുന്ന നിമിഷം തന്നെയാണ്. ഇന്ത്യ മുന്നണിയിൽ ഒരു സംശയവുമില്ല, ഉദ്ധവ് താക്കറെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത്. സംസ്ഥാന തലത്തിൽ ഉദ്ധവ് താക്കറെയോളം മികവുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എൻ ഡി എക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയില്ല. ഫട്നാവിസിനെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ ജനവികാരം ഉദ്ധവ് താക്കറെയിലേക്ക് നിക്ഷിപ്തമാകും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സംശയവുമില്ല. നിലവിൽ BJP വലിയ രീതിയിലുള്ള ആലോചനയിലാണ്. സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് തന്നെ നേതാവായിട്ടുള്ള ഷിൻഡെ സ്ഥാനാർത്ഥിയാക്കണമോ അതോ BJP നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമോ എന്നുള്ള വലിയ ചോദ്യം. ഫട്നാവിസ് ആണെങ്കിൽ തനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, തന്നെ സംഘടനാ ചുമതലയിലേക്ക് മാറ്റൂ എന്ന രീതിയിലേക്ക് വാശി പിടിക്കുകയാണ്. നിതിൻ ഗഡ്കരി ആണെങ്കിൽ കൃത്യമായ മറുപടി പറയുന്നുമില്ല. ഉചിതമായ ഒരു തീരുമാനം BJPക്ക് കൈക്കൊള്ളാൻ കഴിയുന്നുമില്ല. ആകെ മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് NDA മുന്നണി. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്നും തിരിച്ചു വരാൻ പോലും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ NDA സംബന്ധിച്ചിടത്തോളം. അതിൽ എടുത്തു പറയേണ്ടത് വോട്ട് ഷെയറിലുണ്ടായ ഗണ്യമായ കുറവ് തന്നെയാണ്. ഇത്രയധികം ഗണ്യമായ കുറവ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അധികാരമൂത്ത് ശിവസേനയെ പിളർക്കാനും NCPയെ പിളർത്താനും ഒക്കെ കാണിച്ച ആ വ്യഗ്രത, അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ BJPക്ക് നഷ്ടം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി BJP കാണിച്ച ഈ കുതന്ത്രത്തിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഇത് എന്നുള്ളത് സാമാന്യ ബോധമുണ്ടെങ്കിൽ മനസ്സിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ഉദ്ധവ് താക്കറെ ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ധവ് താക്കറെയുടെ ശ്രമം അതുതന്നെയാണ്. നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ തീർച്ചയായും 2/3 ഭൂരിപക്ഷം ഉറപ്പായും ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്ന രീതിയാണ്. എന്നാൽ വിരസതയാർന്ന രീതിയിലല്ല അവർ നിൽക്കുന്നത്. സദാ ജാഗരൂകരായി തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടത്തിന് വേണ്ടി ഒരു ചുവട് മുന്നേ എന്ന രീതിയിൽ തന്നെ പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. അതേസമയം എങ്ങും എവിടെയും എത്താതെ NDA സംബന്ധിച്ചിടത്തോളം തമ്മിലടിയും പടലപ്പിണക്കവും മാത്രമാണ്. ഇതിനിടയിൽ അജിത് പവാറിന് എങ്ങനെയും NCPയിലേക്ക് തിരികെ പോകുന്ന രീതി, അതായത് യഥാർത്ഥ NCP ശരത് പവാർ വിഭാഗമാണെന്ന് തുറന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് പ്രഫുൽ പട്ടേലും എത്തിച്ചേർന്നിരിക്കുന്നു. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് പദവി പോലും നൽകാത്ത വലിയ രീതിയിലുള്ള കൊടിയ അവഗണന സഹിച്ച പ്രഫുൽ പട്ടേലിന് ഇതിൽ കൂടുതൽ ഇനി എന്താണ് സഹിക്കേണ്ടത്? പ്രഫുൽ പട്ടേൽ കൃത്യമായി തന്നെ അജിത് പവാറിനോട് പറയുന്നത് ശരത് പവാറിൻ്റെ ടീമിലേക്ക് മടങ്ങി ചെല്ലേണ്ടത് അനിവാര്യതയാണ്. ഇന്ത്യ മുന്നണിയിലാണെങ്കിൽ നിലയും വിലയും കാണും, ഇല്ലെങ്കിൽ എല്ലാം നശിക്കും. ആകെ രണ്ടും കെട്ട അവസ്ഥയിലേക്ക് പോകരുത് എന്ന് അജിത് പവാറിനോട് ഇപ്പോഴും അണികൾ കേണപേക്ഷിക്കുന്നു.